സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ വോട്ട് കണക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തോൽവി വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. സർക്കാരിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഒരു എതിരഭിപ്രായവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി ജനം വോട്ട് ചെയ്ത കണക്കെടുത്താൽ 68 മണ്ഡലങ്ങളിൽ ലീഡ് ലഭിച്ചുവെന്നും LDFന്റെ അടിത്തറ ശക്തമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എങ്കിലും മധ്യ കേരളത്തിലും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഉണ്ടായ തോൽവി ആഴത്തിൽ പഠിക്കും. ശബരിമല സ്വർണ്ണ കവർച്ച തെരഞ്ഞെടുപ്പിനെ ബാധിച്ചോ എന്ന് പരിശോധിക്കണം. ബാധിച്ചിരുന്നുവെങ്കിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമായിരുന്നു. ക്ഷേത്ര നഗരങ്ങളിൽ അടക്കം LDFനാണ് നേട്ടം ഉണ്ടായതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. 58 തന്നെ അതിന് പുറമെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ 500 വോട്ട് 600 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷെ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേദിയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ജില്ലകളിൽ മധ്യ കേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കുമ്പോൾ ഇതുപോലുള്ള പരാജയം അവർ വാങ്ങിയിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, അതുപോലെ രാജരാജേശ്വരി ഉണ്ടല്ലോ, നമ്മുടെ തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ. കൊടുങ്ങല്ലൂർ, ആ വിശ്വാസ കേന്ദ്രങ്ങൾ ഒന്നും BJP ജയിച്ചിട്ടില്ലല്ലോ. ഈ വിശ്വാസം പറഞ്ഞു ഗുരുവായൂർ ഒന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിയിൽ ആത്മപരിശോധനയും ഗതിമാറ്റവും അനിവാര്യമെന്ന് CPI മുഖപത്രം ജനയുഗം. കേരള ജനത ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റിയതും പിന്തുണയ്ക്കുന്നതും അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോടും രാഷ്ട്രീയത്തോടുമുള്ള ആഭിമുഖ്യം കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും കൂടിയാണ്. എന്നാൽ സർക്കാർ അടുത്ത കാലത്ത് സ്വീകരിച്ച നടപടികൾ ആ വിശ്വാസത്തിന് തെല്ലെങ്കിലും ഉലച്ചിൽ സംഭവിക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണത്. മതങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ജനജീവിതത്തിൽ പ്രാമുഖ്യമുള്ള സമൂഹത്തിൽ അവയുടെ നിയന്ത്രണാധികാരത്തിനായി നിയോഗിക്കപ്പെടുന്നവർ സംശുദ്ധവും സുതാര്യവുമായി ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ അതിന് മറുപടി നൽകാൻ രാഷ്ട്രീയ നേതൃത്വം കടപ്പെട്ടിരിക്കുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFന്റെ അടിത്തറ വിപുലീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരെയും പിന്നാലെ വന്നടന്ന് ക്ഷണിച്ചിട്ടില്ല. മുന്നണി പ്രവേശനം രാഷ്ട്രീയ തീരുമാനമാണ്. UDFലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണെന്നും VD സതീശൻ പറഞ്ഞു. പിന്നെ UDFിൽ ആരുമായിട്ട് ഇപ്പം നമ്മൾ ചർച്ചയൊന്നും നടക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, UDFന്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കും. UDF എന്ന് പറഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല, മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡറായിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമും കൂടിയായി UDF മാറുകയാണ്. ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കേണ്ടത്. UDFിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിന്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. UDF വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി അടിത്തറ വർദ്ധിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. LDFിൽ അസംതൃപ്തരുണ്ട്, അവർ UDFിൽ എത്തുമെന്നാണ് കരുതുന്നതെന്നും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. UDFന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. UDFിൻ്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള
ലീഗൊക്കെ അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. അടിത്തറ വിപുലമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF വരുമെന്നാണ് പ്രതീക്ഷ. അതിൽ ഇന്ന പാർട്ടി എന്നില്ല. ഇപ്പം തന്നെ വളരെയധികം സീറ്റുകളിൽ UDF മുമ്പിലാണ്. കൂടുതൽ UDFൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDFുമായിട്ട് യോജിക്കണം. അങ്ങനെ UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു 0 റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനം തള്ളി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. കുറെ കൂടി ശരിയാകാനുണ്ട്. ഐക്യമില്ല, പൂർണ്ണമായിട്ടില്ല. അസുഖങ്ങളാകുമ്പോഴത്തേക്കും ഉള്ളെങ്കിൽ പരിഹരിക്കും. അവർ പ്രതികരിക്കുന്നില്ല. ഈ സ്വർണ്ണപ്പാളയും ഉപയോഗിച്ച് വരും. അതുകൊണ്ട് മൂകസാക്ഷികളായി നിൽക്കുന്നു. അവിടെ ഒരു പ്രസക്തിയില്ല. KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് ഇനി വലിയ മുന്നേറ്റമുള്ളതും മുന്നേറ്റം കിട്ടാൻ അവർ പറയുന്നില്ല. വാഗ്ദാനം ഇടുക്കി പാക്കേജ് 15,000 രൂപ എത്രയാണെന്ന് നിങ്ങൾക്ക് അടിപൊളി അത് മനസ്സിലാക്കി. 56 കോടിയുടെ AS കൊടുത്തു 15,000 ഒരു ദിവസം അറിയിക്കും. അപ്പോൾ അത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അന്ന് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് തിരിച്ചടിയാണ്. കട്ടപ്പനയിൽ 9 പഞ്ചായത്ത് ജനങ്ങൾ. കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും 2 പ്രത്യയശാസ്ത്രധാര ആണെന്ന ട്വിറ്റർ പോസ്റ്റിലെ വിലയിരുത്തൽ പങ്കുവച്ചാണ് ഇത്തവണ തരൂരിന്റെ കത്ത്. തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിലെ 2 പ്രത്യയശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നുമാണ് പോസ്റ്റിലെ വിലയിരുത്തൽ. നിരന്തരം മോദി സ്തുതിയും കോൺഗ്രസ് വിമർശനവുമായി തുടരുന്ന തരൂർ കോൺഗ്രസിനകത്ത് താൻ ഒരു പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന വിലയിരുത്തൽ ശരിവെച്ചതോടെ പാർട്ടിയുടെ നിലപാടിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. തരൂരിനെ കോൺഗ്രസ് ഒതുക്കുന്നതിനിടെയാണ് പുതിയ പ്രകോപനം. കോൺഗ്രസിൽ നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന്റെ ആശയങ്ങളും പ്രത്യയശാസ്ത്രവും പിന്തുടരാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ശശി തരൂർ എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസമുണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു. അല്ല, രാഹുൽ ഗാന്ധിയുടെ ആശയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആശയമാണ്. തരൂരും കോൺഗ്രസ് MP എന്നുള്ളതിൽ ആ ദർശനം പിന്തുടരാൻ ബാധ്യസ്ഥനാണ്. കോൺഗ്രസിൽ നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിൻ്റെ ആശയങ്ങളും പ്രത്യയശാസ്ത്രവും അദ്ദേഹവും അത് പിന്തുടരാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്. അല്ല, അതൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കും. കാരണം അതൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലല്ലോ, ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു തന്നിരിക്കും. പക്ഷേ പ്രത്യയശാസ്ത്രപരമായൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുന്നത്? കേരളത്തിൽ 16 പഞ്ചായത്തുകളിൽ SDPIക്ക് ഭരണം തീരുമാനിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ്. 16 ഇടങ്ങളിലും LDFനെ പിന്തുണയ്ക്കുന്നതിൽ കുഴപ്പമില്ല. പത്തനംതിട്ട കൊട്ടാങ്കലിൽ BJPയെ മാറ്റി നിർത്താൻ LDFുമായി സഹകരിക്കും. SDPI നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നും ലത്തീഫ് പറഞ്ഞു. 1480 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിലും 140 സീറ്റുകളിൽ സ്വതന്ത്രരായും 1620 സീറ്റിലാണ് പാർട്ടി മത്സരിച്ചത്. അതിൽ 102 സീറ്റാണ് മൊത്തം കിട്ടിയത്. പക്ഷേ 277 വാർഡുകളിൽ കോർപ്പറേഷൻ അടക്കം, തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം 277 വാർഡുകളിൽ പാർട്ടി വിജയത്തോടടുത്ത 2ാം സ്ഥാനത്തുണ്ട്. മാത്രമല്ല 192 സീറ്റുകളിൽ കേരളത്തില് വിജയപരാജയം നിർണ്ണയിക്കുന്ന ശക്തിയായിട്ട് വാർഡുകൾ മാറിയിട്ടുണ്ട്. കേവലം 1600 സീറ്റിൽ മാത്രം മത്സരിച്ച പാർട്ടിക്ക് ഈ രീതിയിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയായി, ശക്തിയായി SDPIക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല 16 പഞ്ചായത്തുകളിൽ SDPI തീരുമാനിക്കുന്നിടത്ത് ഭരണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
കോഴിക്കോട് കൊടിയത്തൂരിൽ UDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജില്ലാ പഞ്ചായത്ത് താമരശ്ശേരി ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയായിരുന്ന നാസർ കോളായിയെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CDC അബ്ദുള്ളയും കൊല്ലണമെന്നും 1ഉം 2ഉം പ്രതികൾ ഞങ്ങളായിരിക്കുമെന്നുമാണ് കൊലവിളിയിലുള്ളത്. കൊടിയത്തൂർ പഞ്ചായത്ത് മുൻ മെമ്പർ MT റിയാസും യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ചാലക്കൽ ഷമീറുമാണ് കൊലവിളി നടത്തിയത്. സംഭവത്തിൽ മുക്കം പോലീസിൽ പരാതി നൽകുമെന്ന് നാസർ കോളായി അറിയിച്ചു. കോഴിക്കോട് ബേപ്പൂരിൽ ഭീഷണി പ്രസംഗവുമായി CPM ഏരിയ കമ്മിറ്റി അംഗം. പ്രകോപനം തുടർന്നാൽ ഫറൂഖിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്ന് ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം M സമീഷ് പറഞ്ഞു. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികൾ അറിയാം. ഈ നിമിഷം മുതൽ ലീഗ് നേതാക്കൾ വീട്ടിൽ അന്തി ഉറങ്ങില്ലെന്നും പ്രസംഗത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫറൂഖിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ച് നടന്ന പ്രകടനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് ഭീഷണി. നിങ്ങളെ വീട്ടിൽ ആ ഒരവസ്ഥ നിങ്ങളിവിടെ ഉണ്ടാക്കരുത്. കരുവന്തിരുത്തി പ്രദേശം മുസ്ലിം ലീഗിന് തീരെഴുതി തന്നിട്ടൊന്നുമില്ല. നിങ്ങൾ 4 വാർഡ് ജയിച്ചെന്നത് കൊണ്ട് CPM-കാരെ കൊടിമറക്കി വീട്ടിലിരിക്കണമെന്ന് തിട്ടൂര മറക്കാൻ നീ ആരാടാ? ലീഗ് ആരാണ്ട ലീഗ്? ഈ മൂരി ലീഗിനെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. ഇനിയും ഞങ്ങളെ നേരെ, ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. കൊല്ലം നീലമേലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിച്ചു, സതീഷ് എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുള്ള കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ വെഞ്ഞാറമൂടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. കേസിൽ അറസ്റ്റിലായി 16 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചത്. നേരത്തെ 2 തവണ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും 16 ദിവസമായി ജയിലിൽ കിടക്കുകയാണെന്നും രാഹുൽ ഈശ്വർ കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. ശബരിമല സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തന്നെ ജയിലിൽ അടച്ചതെന്നും ഇലക്ഷൻ കഴിയുന്നതുവരെ തന്നെ അകത്തിടാനായിരുന്നു നീക്കമെന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 1ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി നീട്ടി. മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. അതേസമയം 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരായ സർക്കാർ അപ്പീൽ ക്രിസ്തുമസിന് ശേഷം പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. വിവരങ്ങൾ ആന്റണി ജസ്റ്റോർസ് നൽകും. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 കേസുകളാണ് ഉള്ളത്, 2 ബലാത്സംഗ കേസുകളാണ് ഉള്ളത്. ഏതായാലും ഇന്ന് ആ 2 ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതിയിലേക്ക് വന്നു. ആദ്യത്തെ ബലാത്സംഗ കേസാണ്. ആ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അത് നേരത്തെ പരിഗണിച്ച കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതുവരെ അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു. വിശദമായ വാദം കേൾക്കണം എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി ഇന്നത്തേക്ക് ആ കേസ് മാറ്റിയത്. ഇന്ന് പക്ഷേ ആ കേസ് പരിഗണിച്ചപ്പോൾ പിന്നീട് കോടതി അത് വ്യാഴാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റുകയാണ് ചെയ്തത്. അതുവരെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇന്ന് വരെയാണ് കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നത്. ഏതായാലും ആ അറസ്റ്റ് വിലക്ക് കോടതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ആദ്യത്തെ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം 2ാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ തിരുവനന്തപുരത്തെ കോടതി രാഹുൽ
രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീലും ഇന്ന് കോടതി പരിഗണിച്ചു. പക്ഷേ ഈ പ്രതിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇതിൽ കൂടുതൽ സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് കോടതി അത് അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ക്രിസ്തുമസിന് ശേഷമായിരിക്കും ആ സർക്കാരിന്റെ അപ്പീൽ കോടതി പരിഗണിക്കുക. ഏതായാലും രണ്ട് കേസുകളിലും ഒരു സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പത്തനംതിട്ട അടൂരിലെ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയാണ്. രാവിലെ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരുന്നു. അതിനുശേഷം പിന്നീട് അപ്പോൾ തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോകുന്ന കാഴ്ചയുമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഉള്ളത്. പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിനടുത്ത് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല വിട്ടു പോകരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല വാർത്തയിലേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ മാത്രം 65,000-ഓളം ഭക്തർ സന്നിധാനത്ത് എത്തിയെന്നാണ് കണക്ക്. മണ്ഡലകാല പൂജയ്ക്കായി ഈ മാസം 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഭക്തരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP PS ശ്രീജിത്ത് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ സമയം 21 ലക്ഷം ഭക്തരാണ് എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 25 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വന്നെങ്കിലും അത് പരിഹരിക്കാൻ സാധിച്ചുവെന്നും ADGP PS ശ്രീജിത്ത് പറഞ്ഞു. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പദയാത്രയ്ക്ക് പാറശാലയിൽ തുടക്കമായി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെയും ഗുരുധർമ്മ പ്രചാരണ സഭയുടെയും ആഭിമുഖ്യത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രയ്ക്കാണ് തുടക്കം കുറിച്ചത്. ചൂഴാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പദയാത്ര അരുവിപ്പുറം, തിരുവനന്തപുരം വിശ്വസംസ്കാര ഭവൻ, പോത്തൻകോട്, ചിറയൻകീഴ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്ന് ഡിസംബർ 18-ന് ശിവഗിരി മഹാസമാധിയിൽ എത്തിച്ചേരും. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ ഒന്നായി കണ്ടതാണ് ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ CPM-നെ പരിഹസിച്ച ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹനോൻ മിലിത്തിയോസ് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഏശിയില്ലെന്നും പാർട്ടി പറയുന്നു. ഈ വിലയിരുത്തൽ എങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നും മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കിട്ടുമല്ലോ എന്നുമായിരുന്നു പരിഹാസം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പരിഹാസ രൂപേണയുള്ള കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചത്. തൃശൂരിൽ ഫിറ്റ്നസും റോഡ് ടാക്സും ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തൃശൂർ PC ഡാം റൂട്ടിൽ ഓടുന്ന കാഞ്ഞിരത്തിങ്കൽ ബസ്സാണ് പറവനാട്ടിയിൽ വെച്ച് പിടികൂടിയത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ പുറകിൽ വന്നിരുന്ന 2 ബസ്സുകളിലായി കയറ്റിവിട്ട ശേഷം ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. ഫിറ്റ്നസും ടാക്സും ഇല്ലാത്തതിന് ഉൾപ്പെടെ 15,000 രൂപ പിഴ ചുമത്തി. കൊല്ലം ചാത്തന്നൂരിൽ 9 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കല്ലുവാതകൽ സ്വദേശി ഡെറിൻ ദേവസിയാണ് പിടിയിലായത്. കച്ചവടത്തിനായി കൊണ്ടുവന്ന 9 ഗ്രാം MDMA ചാത്തന്നൂരിൽ വെച്ചാണ് യുവാവ് പിടിയിലായത്. തൃശൂർ അഴീക്കോട് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. ചാവക്കാട് സ്വദേശി സനൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള തീർത്ഥം 2 എന്ന പേരിലുള്ള ബോട്ടാണ് പിടികൂടിയത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന മീൻപിടുത്തം നടത്തിയതിലും കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ഉടമയ്ക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും രാത്രിയും പകലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു.
തിരുവനന്തപുരം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി NSS യൂണിറ്റ് KTU കെയർ പദ്ധതിയുടെ ഭാഗമായി RCCയിലും ജനറൽ ആശുപത്രിയിലുമായി 1700 പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. RCCയിൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ആദ്യ പൊതിച്ചോർ കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു.